ഒരു നാടിന്റെ മേൽവിലാസമായി മാറിയ ഒരു സ്ഥാപനമുണ്ട്. പത്തനംതിട്ട ഓമല്ലൂരിലാണ് ഈ സ്ഥാപനം. സ്ഥലം ഏതാണ്, സ്ഥാപനം ഏതാണ് എന്നൊക്കെ നമുക്ക് പോയി കാണാം. രണ്ട് ഓമല്ലൂർ ആരെങ്കിലും ഷട്ടർ മുഖറങ്ങാനുണ്ടോ? ഷട്ടർ മുഖറങ്ങാനുണ്ടോ? സ്ഥലപ്പേര് പറഞ്ഞ് ഷട്ടർ മുക്കുന്നത്. അതെ, അവിടെ ഒരു അശ്വതി റോളിംഗ് ഷട്ടേഴ്സ് ഒരു സ്ഥാപനമുണ്ട്. 49 വർഷമായിട്ട് 1977 അടിയന്തരാവസ്ഥ സമയത്ത് തുടങ്ങിയ ഒരു സ്ഥാപനമാണ്. അതിനുശേഷം അത് ഷട്ടർ മുക്കെന്ന് ആളുകൾ വിളിച്ചു തുടങ്ങി. കടയുടെ ഷട്ടറുകൾ ഉണ്ടാകും. കടകളുടെ അശ്വതി അത് പണ്ട് കാലത്ത് മറ്റേ മരത്തടി വെച്ചിട്ട് നിരപ്പലകയൊക്കെ ഉണ്ടായിരുന്ന ഒരു സംവിധാനം കടകൾക്ക് ഉണ്ടായിരുന്ന സമയത്ത് ഇവരാണ് ജില്ലയിലെ ആദ്യത്തെ ഒരു ഷട്ടർ നിർമ്മാണ സ്ഥാപനം. പത്തനംതിട്ട ജില്ല നമ്മുടെ 82-ലല്ലേ തുടങ്ങുന്നത്. അപ്പം അന്ന് കൊല്ലം ജില്ലയുടെ ഭാഗമായ ഈ പ്രദേശത്തുള്ള ആദ്യത്തെ വ്യവസായ സ്ഥാപനങ്ങളിലൊന്നെന്ന് തന്നെ നമുക്ക് പറയാം. പത്തനംതിട്ട നഗരസഭാ പ്രദേശത്തോട് ചേർന്ന് ഓമല്ലൂർ പഞ്ചായത്ത് പരിധിയിലാണ് അശ്വതി റോളിംഗ് ഷട്ടേഴ്സ് ഉള്ളത്. ആനന്ദപ്പള്ളി സ്വദേശിയായ VC സാമുൽ എന്ന വ്യക്തി സുഹൃത്തുക്കളായ 2 പേർക്കൊപ്പം 1977 തുടങ്ങിയതാണ് ഈ സ്ഥാപനം. ഇന്ത്യൻ സൈന്യത്തിൻ്റെ ഭാഗമായ മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പിലായിരുന്നു അദ്ദേഹം ജോലി ചെയ്തിരുന്നത്. 2 വെൽഡർമാരും ഒരു ഹെൽപ്പറുമായിട്ടായിരുന്നു ഇതിൻ്റെ തുടക്കത്തിൽ വാടക കെട്ടിടത്തിലായിരുന്നു ഇവർ പ്രവർത്തിച്ചിരുന്നത്. 20 വർഷം മുമ്പ് സ്വന്തമായി സ്ഥലം വാങ്ങി ബിൽഡിംഗ് നിർമ്മിച്ച് അതിലാണ് ഇപ്പോൾ ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത്. ബസ് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഒരു സ്പോട്ട് പറയാനായിട്ട് ഓമല്ലൂർ അമ്പലം കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരുന്ന ഭാഗങ്ങളിൽ യാതൊരു ലാൻഡ്മാർക്കും ഇല്ലായിരുന്നു. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ പുത്തൻപീടികയിൽ ഞങ്ങൾ ഈ മേലത്തെ ഈ ജംഗ്ഷനിൽ ഷട്ടർ ഉണ്ടാക്കുന്ന ഒരു കട, അതിൻ്റെ ബോർഡുള്ളത് അശ്വതി ഷട്ടർ എന്ന ബോർഡ് മാത്രമേ ഉള്ളൂ. അങ്ങനെ അവിടെയാണ് ഷട്ടർ ജംഗ്ഷൻ എന്നും ബസ്സുകാരാണ് ഇത് പറയുകയും ആ ബസ്സുകാർ ഇങ്ങനെ പറഞ്ഞ് പിന്നെ നാട്ടുകാരും എല്ലാവരും അത് ഷട്ടർ മുക്കായിട്ട് അത് മാറ്റിയെടുക്കുകയും ചെയ്തു. ഇപ്പോൾ 17 ജീവനക്കാരുണ്ട്. ഷട്ടർ നിർമ്മാണ രംഗത്ത് ജില്ലയിലെ പ്രധാന സ്ഥാപനമായി അശ്വതി റോളിംഗ് ഷട്ടേഴ്സ് വളർന്നു കഴിഞ്ഞിരിക്കുകയാണ്. ഓർമ്മയിൽ നമ്മൾ ഒരു 47 വർഷം കൊണ്ട്, അതായത് ഒരു 10 വയസ്സുള്ള മുതൽ നമ്മൾ LP സ്കൂൾ പഠനം കഴിഞ്ഞ് നമ്മൾ ഓമല്ലൂരാണല്ലോ പഠിക്കുന്നത്. അപ്പോൾ ആ കാലം മുതൽ അപ്പോഴാണല്ലോ നമ്മൾ ഈ സ്ഥലത്തെക്കുറിച്ച് പുത്തൻപീടിക, ഷട്ടർമുക്ക്, കുളം, സന്തോഷ് ജംഗ്ഷൻ ഇങ്ങനെയുള്ള പേരുകൾ പഠിക്കുന്നത്. അപ്പോൾ ആ സമയം മുതൽ ഷട്ടർമുക്ക് എന്ന പേര് കേൾക്കുന്നുണ്ട്. 40 ജീവനക്കാരുമായി അശ്വതി റോളിംഗ് ഷട്ടേഴ്സിന് അടൂരിൽ ഒരു ശാഖ ഇന്ന് നിലവിലുണ്ട്. ക്യാമറമാൻ സുധീഷ് തിരുവല്ലയ്ക്കൊപ്പം CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട. CK അഭിലാൽ ചേരുന്നുണ്ട് തത്സമയം. അഭിലാൽ, ഓരോ നാടിനും ആ പേരെങ്ങനെ വന്നു എന്ന് അന്വേഷിച്ചു പോയാൽ അതിൻ്റെ പിന്നിലിങ്ങനെ രസകരമായ കുറേ കഥകളുണ്ടാകും. ഇവിടെ ഇപ്പോൾ അത് ഒരു നാടുമായി ബന്ധപ്പെട്ട്, ഈ നാട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥാപനവുമായി എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട കൗതുകവും അതിനെ വ്യത്യസ്തമാക്കുന്നതും. ശരിക്കും അശ്വതി റോളിംഗ് ഷട്ടേഴ്സിൻ്റെ ഒരു വിജയ കഥ കൂടി ഇതിനൊപ്പം ചേർത്ത് പറയേണ്ടിയിരിക്കുന്നു അല്ലേ? വമ്പൻ ജലവൈദ്യുത പദ്ധതികളുള്ള ഒരു ജില്ലയാണ്. പക്ഷേ ഇതര വ്യവസായ സംരംഭങ്ങൾ ഇപ്പോഴും പത്തനംതിട്ടയിൽ കുറവാണ്. അങ്ങനെ ഒരു നാട്ടിലാണ് 49 വർഷങ്ങൾക്ക് മുൻപ് ഒരു കുഞ്ഞ് വ്യവസായ സംരംഭത്തെക്കുറിച്ചുള്ള ആലോചന തുടങ്ങുന്നത്. എക്സ്-സർവീസ്മാൻ ആയിട്ടുള്ള VC സാമുവേൽ, അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ ജോർജ് കുട്ടി ചെറിയാൻ എന്നിവർ ചേർന്നായിരുന്നു ഇതിൻ്റെ ആലോചന. അങ്ങനെ ഓമല്ലൂർ പുത്തൻപീടികയ്ക്കടുത്ത് 3 കൂടുന്ന കവലയോട് ചേർന്ന് ഒരു 2 മുറി കടമുറി അവർ വാടകയ്ക്ക് എടുക്കുന്നു. അങ്ങനെ 3 തൊഴിലാളികളെ വെച്ചുകൊണ്ട് ഈ സംരംഭം തുടങ്ങുന്നു. പേരിലുമുണ്ട് ഏറെ ആലോചനകൾ. അവർ ഏറ്റവും അടുത്ത കുടുംബാംഗങ്ങൾ, അവരുടെ നാളുകൾ, മക്കളുടെയും മരുമക്കളുടെയും ചെറുമക്കളുടെയും ഒക്കെ തന്നെ പേരുകളൊക്കെ തന്നെ സജസ്റ്റ് ചെയ്തു. ഒടുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരുടെ പേരുകൾ നാളുകളും ഒക്കെ തന്നെ എഴുതിയിട്ടു. അതിൽ നിന്ന് നറുക്കിട്ട എടുത്ത പേരാണ് അശ്വതി. അതാണ് പിന്നീട് നാടിൻ്റെ തന്നെ പേരായി മാറുകയും ചെയ്തത്. 49 വർഷം കഴിയുമ്പോൾ ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്ന സഹസംരംഭകരായിട്ടുള്ള മറ്റ് 2 പേർ, ജോർജ് കുട്ടിയും ചെറിയാനും ഒക്കെ പിന്നീട് ഇതര സംസ്ഥാനങ്ങളിൽ അവരുടെ ജോലി ആവശ്യവുമായി ബന്ധപ്പെട്ട് മാറിയെങ്കിൽ ഏറ്റവും ഒടുവിൽ VC സാമുവേലും അദ്ദേഹത്തിൻ്റെ മക്കളുമൊക്കെയാണ് ഇതിൻ്റെ നടത്തിപ്പുകാരായി മാറിയിട്ടുള്ളത്. ഇപ്പോൾ അടൂരിലും അവർക്കൊരു സ്ഥാപനം പ്രവർത്തിക്കുന്നുണ്ട്. വിജയകരമായി ആ സ്ഥാപനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്.
ശരി, അപ്പൊ അശ്വതി റോളിംഗ് ഷട്ടേഴ്സിന് ഒരുപാട് കാലം ഇതുപോലെ സന്തോഷത്തോടെ ആ കട വിജയമാക്കി മുൻപോട്ട് പോകാൻ സാധിക്കട്ടെ. ആ നാട് തന്നെ അറിയപ്പെടുന്നത് ആ സ്ഥാപനത്തിന്റെ പേരിലാണ്.